ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പഠിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്? ആദി, യെസ് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ നമ്മൾ നോക്കിയത്? സിമെന്റ് ആണോ? സിമെന്റ് വരെ ഓർമ്മയുള്ളൂ? വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ നോക്കിയതെന്ന്? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെന്റ് കോൺക്രീറ്റിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുന്നത്തെ ക്ലാസ്സിൽ സിമെന്റ് എന്താ പഠിച്ചു, സാൻഡ് എന്താന്ന് പഠിച്ചു. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. സോ ബേസിക്കലി വാട്ട് ഈസ് കോൺക്രീറ്റ്? പറയൂ. സിമെന്റ്, സാൻഡ്, കല്ലിനെന്താ പറയാ? സ്റ്റോൺസ് അല്ലേ? യെസ് മിസ്. പിന്നെ വാട്ടർ വേണ്ടേ? ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. സോ വാട്ട് ഈസ് കോൺക്രീറ്റ്? കോൺക്രീറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ that is composed of coarse aggregate and fine aggregate. It is binded together with cement and water. അപ്പോൾ എന്തൊക്കെയുണ്ട്? കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, സിമെന്റ് ഉണ്ട്. സിമെന്റ് ഇൻ ദ സെൻസ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് വാട്ടർ. അപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോൺസ് ആയിരിക്കും. അപ്പോൾ ചെറിയ സൈസിലുള്ള കോഴ്സ് അഗ്രിഗേറ്റ് സ്റ്റോൺസ് ഉണ്ടാകും. അതിലും ചെറിയ സൈസിലുള്ള ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കേസിൽ സാൻഡ് ആയിരിക്കും. നമ്മൾ കാണുന്ന സിമെന്റ് കോൺക്രീറ്റിൻ്റെ കേസാണ് പറയുന്നത്. സിമെന്റ് കോൺക്രീറ്റിൽ ഫൈൻ അഗ്രിഗേറ്റ് ക്രഷ്ഡ് സ്റ്റോൺസ് ആയിരിക്കും, ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സാൻഡ് ആയിരിക്കും, ആൻഡ് ബൈൻഡിങ് മെറ്റീരിയൽ സിമെന്റ്. ഇനി ഇതിനെല്ലാത്തിനെയും മിക്സ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ പ്രപ്പോർഷനിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ഒരു പേസ്റ്റ് ഫോമിലായിരിക്കും. ഈ പേസ്റ്റ് ഫോമിലുള്ള കോൺക്രീറ്റ് ഡ്രൈ ചെയ്ത് ഹാർഡൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കിട്ടും. സോ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു വേർഡ്, ലാറ്റിൻ വേർഡ് കോൺക്രീറ്റസ് എന്ന് പറയുന്നതിന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ? കോമ്പാക്ട്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അതൊരു കോമ്പാക്ട് സ്ട്രെങ്ത് ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. സോ അങ്ങനെ ഒരു വേർഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നു. ഇനി കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ composed of coarse aggregate, fine aggregate and binding material, പിന്നെ വാട്ടർ. ഇനി സിമെൻറ്റിൽ അല്ല കോൺക്രീറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോൺക്രീറ്റ് പല തരത്തിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കോൺക്രീറ്റ് എന്ന് നോക്കാം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ്. ക്ലാസിഫിക്കേഷൻ 3 തരത്തിലുണ്ട്, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ കോൺക്രീറ്റിൽ ബൈൻഡിങ് മെറ്റീരിയൽ സിമെൻറ്റോ ലൈമോ. അപ്പോൾ സിമെൻ്റ് ആണെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ്, ലൈമാണ് ബൈൻഡിങ് മെറ്റീരിയൽ എങ്കിൽ ലൈം കോൺക്രീറ്റ്. അപ്പോൾ ഇന്ന് ലൈം കോൺക്രീറ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. കോമൺലി സിമെൻറ്റ് കോൺക്രീറ്റേ ഉള്ളൂ. ബട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ലൈം കോൺക്രീറ്റും ഉണ്ട്. അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ഏതാണ് അതിൻ്റെ ബേസിസിൽ സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് ലൈം കോൺക്രീറ്റ്. പിന്നെ അക്കോർഡിംഗ് ടു ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മൾ ഏത് യൂസിനാണ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ നമ്മൾ കോൺക്രീറ്റിനെ ഡിസൈൻ ചെയ്യും. അതിൻ്റെ ബേസിസിൽ 3 കോൺക്രീറ്റ് ഉണ്ട്, 3 തരത്തിലുള്ള കോൺക്രീറ്റ് ഉണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് പ്രീസ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് ഇൻഡിവിജ്വലി എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണും. ദെൻ അക്കോർഡിംഗ് ടു പേർപ്പസ് ഓഫ് കോൺക്രീറ്റ്, നമ്മൾ
നമുക്ക് എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് വാക്വം കോൺക്രീറ്റ്, എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒത്തിരി തരത്തിലുള്ള കോൺക്രീറ്റ് ഉണ്ട്, ഇൻ ഡെപ്ത് നമുക്കില്ല. സോ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, ലൈം കോൺക്രീറ്റ് ഉണ്ട്. പേര് പോലെ തന്നെ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ബൈൻഡിങ് മെറ്റീരിയൽ എന്തായിരിക്കും? സിമെന്റ് ആയിരിക്കും. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പ്രൊപ്പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ്, സിമെന്റ് ആൻഡ് വാട്ടർ അല്ല. അപ്പോൾ ദ കോൺക്രീറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് മിക്സ്ഡ് ഇൻ എ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ ഇൻ അഡീഷൻ ടു വാട്ടർ ഇസ് കോൾഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ ഈ കോൺക്രീറ്റിന് നമുക്ക് ചുമ്മാ ഇത്ര എമൗണ്ട് സാൻഡ്, ഇത്ര എമൗണ്ട് കോഴ്സ് അഗ്രിഗേറ്റ്, ഇത്ര സിമെന്റ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും ഒരു സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ ഉണ്ട്. ഈ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും ഓരോ മിക്സ് പ്രൊപ്പോർഷൻസ് ഉണ്ട്. ഇത്ര റേഷ്യോയിൽ വേണം സിമെന്റ്, സാൻഡ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് മിക്സ് ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി ആ മിക്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. എന്താണ് സിമെന്റ് കോൺക്രീറ്റിൽ ഇൻഗ്രീഡിയൻറ്റ്? സാൻഡ് ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്, സിമെന്റ് ഉണ്ട്. ഇനി ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് വാട്ടർ ആഡ് ചെയ്യും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് സിമെന്റ് ഈസ് യൂസ്ഡ് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ്? സിമെന്റ് ആണ്. സാൻഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്താണ്? സാൻഡ് ആണ്. സാൻഡ് ആൻഡ് ഗ്രാവൽ, ഗ്രാവലോ ക്രഷ്ഡ് സ്റ്റോൺസോ ആൻഡ് ഗ്രാവൽ ക്രഷ്ഡ് സ്റ്റോൺസ് ആസ് കോഴ്സ് അഗ്രിഗേറ്റ്. ക്രഷ്ഡ് സ്റ്റോൺ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മെറ്റൽ എന്ന് പറയല്ലേ, നമ്മൾ മെറ്റൽ അടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഗ്രാനൈറ്റിന്റെ ക്രഷ്ഡ് പീസസ് ആണ് ഈ പറയുന്ന മെറ്റൽ നമ്മൾ വിളിക്കുന്ന കാര്യം. ദാറ്റ് ഈസ് വാട്ട് ക്രഷ്ഡ് സ്റ്റോൺസ്. അതുപോലെ ഗ്രാവൽ പീസസ്, ഇതെല്ലാം കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫൈൻ അഗ്രിഗേറ്റ് എന്താണ്? സാൻഡ് ആയിരിക്കും. പിന്നെ സിമെന്റ് ബൈൻഡിങ് മെറ്റീരിയൽ. ഇനി ഇതിന്റെ യൂസസ് എവിടൊക്കെയാണ്? Cement concrete is commonly used in buildings and other important engineering works where strength and durability is of prime importance. ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ആൻഡ് എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷനും നമുക്ക് സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള, സ്ട്രെങ്ത് കുറച്ച് ഡ്യൂറബിലിറ്റി ആവശ്യമായിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനും നമുക്ക് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിമെന്റ് കോൺക്രീറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലൈം കോൺക്രീറ്റ്. അപ്പോൾ പേര് പോലെ തന്നെ സിമെന്റിന് പകരം ഇവിടെ ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ്? ലൈമാണ്. അപ്പോൾ ലൈം എന്ന് പറയുന്നത് ഒരു നാച്ചുറലി അവൈലബിൾ ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു കോൺക്രീറ്റിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ? എന്താ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും, അത്രയും ഡ്യൂറബിൾ ആയിരിക്കില്ല. എന്നാലും അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളൊരു കോൺക്രീറ്റ് ആണ് ലൈം കോൺക്രീറ്റ്. നമ്മുടെ പണ്ടത്തെ വലിയ സ്ട്രക്ചേഴ്സൊക്കെ ലൈം കോൺക്രീറ്റ് തന്നെ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ദ കോൺക്രീറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈം, ഫൈൻ അഗ്രിഗേറ്റ്സ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്സ് മിക്സ്ഡ് ഇൻ എ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ വിത്ത് വാട്ടർ ഈസ് കോൾഡ് ലൈം കോൺക്രീറ്റ്. അപ്പോൾ ലൈം കോൺക്രീറ്റിൽ എന്താണ്? കോഴ്സ് അഗ്രിഗേറ്റും ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്. മാറുന്നത് എന്താ? ഇവിടെ ബൈൻഡിങ് മെറ്റീരിയൽ ലൈം ആയിരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ഹൈഡ്രോളിക് ലൈം ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ ലൈം എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസ് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്നതും അതിനെ ഹീറ്റ് ചെയ്യുന്നതുമായിട്ട് പല സ്റ്റേജസിൽ ഈ ലൈം ഉണ്ട്. ലൈക്ക് ലൈം സ്റ്റോൺ ആണ് അതിൻ്റെ ഇനീഷ്യൽ പാരന്റ് റോക്ക്. ആ ലൈം സ്റ്റോണിനെ നമ്മൾ റെഡ് ഹോട്ട് വരെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താകും? ലൈമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ലൈമിനെ നമുക്ക് സ്ലേക്ക് ചെയ്യാം. അപ്പോൾ സ്ലേക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്ലേക്കഡ് ലൈം ആവും. ദെൻ കോസ്റ്റിക് ലൈം ഉണ്ട്, ദെൻ ഹൈഡ്രോളിക് ലൈം ഉണ്ട്. ഇത് പല അതിനകത്തുള്ള എന്താ പറയുക വേസ്റ്റ് കണ്ടൻറ്റും അതുപോലെ ക്ലേ കണ്ടൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പല സ്ലേക്കിംഗ് ടൈമിലുള്ള പല സ്റ്റേജസിലുള്ള ലൈമുകൾ പലതരത്തിലുണ്ട്. അങ്ങനെയുള്ളതിൽ ഹൈഡ്രോളിക് ലൈമാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ലൈം കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ലൈമാണ് യൂസ് ചെയ്യുന്നത്. ആ ലൈം ഏതാണ്? ഹൈഡ്രോളിക് ലൈം ആയിരിക്കും. ദെൻ സാൻഡ് ആൻഡ് സിൻഡർ ആർ യൂസ്ഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. സാൻഡും സിൻഡർ, എന്താണ് സിൻഡർ? സിൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ലാവ, വോൾക്കാനിക് ലാവ ഇല്ലേ, ലാവ ഹാർഡൻ ചെയ്ത് അത് ക്രഷ്ഡ് ആയിട്ടുള്ള വരുന്ന ഒരു മെറ്റീരിയലാണ് സിൻഡർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് പറഞ്ഞോളൂ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? സാൻഡ് തന്നെയാണ്. അപ്പോൾ എന്താ ബൈൻഡിങ് മെറ്റീരിയൽ മാറും, ലൈം ആയിരിക്കും, അത് ഹൈഡ്രോളിക് ലൈം ആയിരിക്കും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് സാൻഡ് അല്ലെങ്കിൽ സിൻഡർ. ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് ബ്രിക്ക് ആകാം, ഗ്രാവൽ ആകാം. അതായത് ഗ്രാവൽ കൃഷി ചെയ്തതോ ബ്രിക്ക് കൃഷി ചെയ്തതോ ഒക്കെ ആകാം എന്ത്? കോഴ്സ് അഗ്രിഗേറ്റ്. നമ്മളിവിടെ മറ്റേ ക്രഷ്ഡ് സ്റ്റോൺ യൂസ് ചെയ്യലില്ല. ലൈം കോൺക്രീറ്റിനകത്ത് കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് വരുന്നത് ക്രഷ്ഡ് ബ്രിക്സ് അല്ലെങ്കിൽ ഗ്രാവൽ.
അല്ലാതെ ക്രഷ്ഡ് സ്റ്റോൺസ് യൂസ് ചെയ്യില്ല. സിമെന്റ് കോൺക്രീറ്റിന്റെ കേസിൽ ക്രഷ്ഡ് സ്റ്റോൺസ് ആയിരുന്നു. ഡിഫറൻസ് മനസ്സിലായോ? സ്റ്റോൺ എന്താണ്, ബ്രിക്ക് എന്താണ്, ഗ്രാവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റോൺ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്, ക്രഷ്ഡ് സ്റ്റോൺ. ദെൻ ഗ്രാവൽ ആൻഡ് ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? ക്ലേ കണ്ടന്റ്. നിങ്ങൾക്ക് ബ്രിക്ക് അറിയാലോ, ബ്രിക്ക് ക്രഷ് ചെയ്താലുള്ള പീസസ് അറിയാലോ, അതായിരിക്കും ഇതിന്റെ കോഴ്സ് അഗ്രിഗേറ്റ്. ഇനി ഈ ലൈം കോൺക്രീറ്റിന്റെ പ്ലേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കോൺക്രീറ്റ് എന്താ പറയുക, മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് 3 hours ഉള്ളിൽ വാട്ടർ ആഡ് ചെയ്ത് 3 hours വിതിൻ 3 hours വി ഷുഡ് പ്ലേസ് ദ കോൺക്രീറ്റ്. ഏതാണോ നമുക്ക് കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതിൽ പ്ലേസ് ചെയ്യണം. And it should be well cured for a period of at least 10 days. Cement കോൺക്രീറ്റിന്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് 7 days ആണ്. ലൈം കോൺക്രീറ്റിന്റെ ക്യൂറിംഗ് പീരീഡ് 10 days ആണ്. വാട്ട് ഈസ് ക്യൂറിംഗ് എന്നുള്ളത് നമ്മൾ കാണും. ക്യൂറിംഗ് ഈസ് ബേസിക്കലി ഒരു കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്നത്, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഞാൻ സിമെന്റിന്റെ കേസിൽ പറഞ്ഞു അല്ലേ, അത് സെറ്റിംഗ് ആക്ഷൻ. സിമെന്റ് ഉണ്ടെങ്കിൽ ലൈം ഉണ്ടെങ്കിൽ അതിനൊരു സെറ്റിംഗ് ഉണ്ട്. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വാട്ടറായിട്ട് നമ്മുടെ ബൈൻഡിങ് മെറ്റീരിയൽ റിയാക്ട് ചെയ്ത് അതിന് സ്ട്രെങ്ത് കിട്ടുന്ന ഒരു പ്രോസസ്സ്. അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ആ സമയത്ത് അവിടെ എന്തുണ്ടാകും? ക്രാക്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്യൂറിംഗ് കൊടുക്കും. അതായത് വാട്ടർ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള സർഫസിൽ. കോൺക്രീറ്റോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തേക്ക സർഫസിലേക്ക് വാട്ടർ അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ സർഫസിൽ ക്രാക്സ് ഉണ്ടാവാതിരിക്കും. അപ്പോൾ ആ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്യൂറിംഗ്. അപ്പോൾ ഒരു കോൺക്രീറ്റിംഗ് നടന്ന് ഒരു സിമെന്റ് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ 7 days ആണ് ക്യൂറിംഗ് പീരീഡ്. ലൈം കോൺക്രീറ്റ് ആണെങ്കിൽ 10 days ആണ് ക്യൂറിംഗ് പീരീഡ്. 7 ദിവസം സിമെന്റ് കോൺക്രീറ്റിന് നമ്മൾ വെള്ളം നനയ്ക്കണം ആൻഡ് 10 days ഒരു ലൈം കോൺക്രീറ്റിന് ക്യൂറിംഗ് കൊടുക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ. ഇനി ലൈം കോൺക്രീറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം. ലൈം കോൺക്രീറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ദ സേക്ക് ഓഫ് എക്കണോമി ഇൻ ഫൗണ്ടേഷൻ വർക്ക്സ്, അണ്ടർ ഫ്ലോർസ്, ഓവർ റൂഫ് ആൻഡ് വർക്ക്. സിമെന്റ് ഈസ് നോട്ട് ചീപ്ലി ആൻഡ് ഈസിലി അവൈലബിൾ ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റി. അപ്പോൾ എന്താ, ലൈം എന്ന് പറയുന്നത് നാച്ചുറലി അവൈലബിൾ ആണ്, എക്കണോമിക്കലാണ്. നമുക്കിപ്പോൾ നാച്ചുറലി അവൈലബിൾ ആയിട്ട് ലൈം ഉണ്ടെങ്കിൽ നമുക്ക് ലൈം അവൈലബിൾ ആയിട്ട് നമ്മളുടെ പരിസരത്തുണ്ട്. ബട്ട് സിമെന്റിനാണെങ്കിൽ അൺഎക്കണോമിക്കലായിരിക്കും. സിമെന്റ് നല്ല വിലയുള്ള ഒരു ടൈം ആണെങ്കിൽ നമുക്ക് ലൈം അവൈലബിൾ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ലൈം കോൺക്രീറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ലൈം കോൺക്രീറ്റ് ഒത്തിരി സ്ട്രെങ്ത് വേണ്ട സ്ട്രക്ചേഴ്സിന് കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്ന എവിടെയൊക്കെയാണ്? നമ്മൾ ജനറലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ വർക്കുകളിൽ, അതുപോലെ അണ്ടർ ഫ്ലോർസിൽ കൊടുക്കാറുണ്ട്, ഓവർ റൂഫ് ആൻഡ് വേർ സിമെന്റ് ഈസ് നോട്ട് ചീപ്ലി ആൻഡ് ഈസിലി അവൈലബിൾ. സിമെന്റ് നമുക്ക് ചീപ്പല്ല, പെട്ടെന്ന് അവൈലബിൾ അല്ലെങ്കിൽ ലൈം കോൺക്രീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ. ഡിസൈൻ ഓഫ് കോൺക്രീറ്റിന്റെ ബേസിസിൽ 3 തരത്തിൽ സിമെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് പ്രീസ്ട്രസ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. പേര് പോലെ തന്നെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സിമെന്റ് കോൺക്രീറ്റ്, സിമെന്റ്, സാൻഡ്, സ്റ്റോൺ ആൻഡ് വാട്ടർ, അതാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൽ എന്താ, നമ്മൾ റീൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുക്കില്ല. നോർമലി നിങ്ങൾ വീട് കോൺക്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. എന്ത് ചെയ്യും? ആദ്യം ഫോം വർക്ക് കൊടുക്കും. ഫോം വർക്ക് ഇൻ ദ സെൻസ് തട്ടടിക്കാം അല്ലേ? തട്ടടിച്ച് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ എന്ത് ചെയ്യും? കമ്പി കിട്ടും ഇല്ല, അതിനെയാണ് നമ്മൾ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. എന്താ, എവിടെയെങ്കിലും റൂഫ് തന്നെയല്ല, ഇല്ല ഇപ്പോൾ ഒരു ബീമൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കമ്പി കിട്ടും. ആദ്യം നമ്മൾ അതിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫോം വർക്ക് ഉണ്ടാക്കും, അതിനുള്ളിൽ കമ്പി വെക്കും. കമ്പി വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പി, അതിനെയാണ് നമ്മൾ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ കേസിൽ ജസ്റ്റ് സിമെന്റ് കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ റീൻഫോഴ്സ്മെന്റ് സ്റ്റീൽ റീൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അതാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. സിമെന്റ് കോൺക്രീറ്റ് ഇൻ വിച്ച് no reinforcement is provided is called plain cement concrete or mass cement concrete. This type of concrete is strong in taking compressive stresses but weak in taking tensile stresses. അപ്പോൾ എന്താ, നമുക്ക് സ്ട്രെസ്സുകൾ 2 തരത്തിലുണ്ട്. കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ്. ഇപ്പോൾ നേരത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഒത്തിരി തവണ വന്നു പോയൊരു ടേമാണ്
കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ക്രഷ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രെസ്. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് അത് ഹാർഡായി സ്ട്രെങ്തൻ ആയി കഴിയുമ്പോൾ അതിന് നല്ലപോലെ കംപ്രസീവ് ലോഡ് എടുക്കാൻ പറ്റും. കംപ്രസീവ് ലോഡ് ക്രഷ് ചെയ്യുന്ന ലോഡ് എടുക്കാൻ പറ്റും. ബട്ട് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന് ബെൻഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ലാബ് ആണെങ്കിലോ ബീം ആണെങ്കിലോ ഒക്കെ അതിനൊരു ബെൻഡിങ് ഉണ്ടാവുക. ആ ബെൻഡിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു സ്ട്രക്ചർ എന്താ നല്ലപോലെ ടെൻസ്ഡ് ആവും എന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്ക് പുള്ള് ചെയ്ത് പോകും. അങ്ങനെയുള്ളൊരു ടെൻസൈൽ സ്ട്രെസ് ഈ ഒരു പ്ലെയിൻ കോൺക്രീറ്റിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടെൻസൈൽ സ്ട്രെസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു കോൺക്രീറ്റിനകത്ത് സ്റ്റീൽ കൊടുക്കുന്നത്. സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ ടേക്കിംഗ് ടെൻഷൻ. ടെൻസൈൽ ലോഡ് എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ആ സ്റ്റീല് കോൺക്രീറ്റിനകത്ത് കൊടുക്കുമ്പം നമുക്ക് കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെസ് കൊടുക്കാൻ പറ്റും, ടെൻസൈൽ സ്ട്രെസ് എടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ കോൺക്രീറ്റ് പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് ടെൻസൈൽ സ്ട്രെസ് എടുക്കാൻ പറ്റില്ല, ഓൺലി കംപ്രസീവ് സ്ട്രെസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. So plain cement concrete is type of concrete that is strong in taking compressive stresses but weak in taking tensile stresses. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് വരാത്ത സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ ഈ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. അല്ല, വലിയ ലോഡൊന്നും വരാത്ത, അല്ലെങ്കിൽ വലിയ ലോഡെന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിന് ടെൻഷൻ എടുക്കേണ്ടാത്ത സ്ട്രക്ചറുകളിൽ മാത്രമേ നമ്മൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. എവിടെയൊക്കെയാണ്? ഫൗണ്ടേഷൻ വർക്ക്, ഫ്ലോറിങ്. നമ്മുടെ വീട്ടിലെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് എന്താ? ജസ്റ്റ് കോൺക്രീറ്റ് ഇങ്ങനെ ഇടുക, കോൺക്രീറ്റ് ഇട്ട് ഫ്ലോറിങ് ചെയ്തു പോകും ഇല്ലേ? അവിടെ നമ്മൾ നടക്കുന്നേ ഉള്ളൂ. അവിടെ താഴെ എന്തുണ്ട്? നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്. താഴെ സപ്പോർട്ട് ഉള്ളത് കാരണം ഫ്ലോറിംഗ് മെറ്റീരിയൽ, ഫ്ലോറിംഗ് കോൺക്രീറ്റിന് കംപ്രസീവ് ലോഡ് മാത്രമേ വരുന്നുള്ളൂ, അതിനൊരു ടെൻഷനൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ എന്താ? നേരത്തെ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ആ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ സ്റ്റീൽ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത്? RCC അഥവാ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എംബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ എന്താണ്? സ്റ്റീൽ ഈസ് സ്ട്രോങ് ഇൻ ടേക്കിംഗ് ടെൻസൈൽ സ്ട്രെസ്സസ്. അപ്പോൾ ഈ സിമെന്റ് കോൺക്രീറ്റ് ഇൻ വിച്ച് റീഇൻഫോഴ്സ്മെന്റ് ഈസ് എംബഡഡ് ഫോർ ടേക്കിംഗ് ടെൻസൈൽ സ്ട്രെസ്സസ് ഈസ് കോൾഡ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മുടെ സ്ലാബ്, നമ്മുടെ ബീംസ്, കോളംസ്, അങ്ങനെയുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ലോഡ് എടുക്കേണ്ട, ഒത്തിരി ലോഡ് വരുന്ന സ്ട്രക്ചറൽ ബെൻഡിങ് ഉണ്ടാകാം ഇല്ലേ? വളവൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് കോൺക്രീറ്റിൽ എന്ത് വേണ്ടത്? സ്റ്റീൽ ഉണ്ടാവുന്നത്. ആ സ്റ്റീൽ കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? എന്തെങ്കിലും ഒരു ബെൻഡിങ് വരുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് എന്താവും? ക്രഷ് ചെയ്ത് പോകും, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഓക്കെ, ആ ഒരു പൊടിയാതെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉള്ളിൽ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. ഇനി റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റീഇൻഫോഴ്സ് ചെയ്യുന്നത് സ്റ്റീലായിരിക്കും. സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഒരു റൗണ്ട് ബാർസ് ആയിരിക്കും. ആ റൗണ്ട് ബാർസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm തൊട്ട് 32 mm ഡയ വരെ കൊടുക്കാം. അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒത്തിരി ഡയമീറ്റർ കൂടിയാൽ എന്ത് പറ്റും? അതിൻ്റെ തിക്നെസ്, നമ്മുടെ സ്ട്രക്ചറിന്റെ തിക്നെസ് കൂടും. അങ്ങനെയുള്ള പല ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് 6 mm തൊട്ട് 32 mm വരെ ആയിരിക്കും എന്ത്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്റർ. ഇനി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്ലാബ്, ബീം, കോളം, ഫൗണ്ടേഷൻ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ്. മനസ്സിലായില്ലേ? ഇതെല്ലാത്തിലും ലോഡ് വരുന്ന സ്ട്രക്ചറുകളാണ്. ഇവിടെയെല്ലാം RCC വേണം ഉപയോഗിക്കാനായിട്ട്. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങൾ? ഓക്കെ. ഇനി ഡിസൈൻ ബേസിസിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഈസ് പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പേര് പോലെ തന്നെ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനൊരു സ്ട്രെസ് കൊടുക്കുന്നു, പ്രീ സ്ട്രെസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരു RCC കോൺക്രീറ്റ്, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, അത് വെച്ച് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാണ്. ആ സമയത്ത് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്. ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിന് ഞാനൊരു അഡീഷണൽ പുള്ള് കൊടുക്കുകയാണ്. അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ സ്റ്റീലിനെ ഞാൻ പതുക്കെ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്, അതിനൊരു ടെൻഷൻ അപ്ലൈ ചെയ്യാണ്. ലൈക്ക് നിങ്ങളൊരു റബ്ബർ ബാൻഡ് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു റബ്ബർ ബാൻഡ് എങ്ങനെയാണ്? നമ്മൾ വലിച്ചു പിടിച്ചിട്ട് പെട്ടെന്ന് അതിനെ വിട്ട് കഴിഞ്ഞാൽ എന്താ? അത് പെട്ടെന്ന് തിരിച്ചു വരും ഇല്ലേ? പെട്ടെന്ന് അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ നോക്കും. അതുപോലെ തന്നെയാണ് സ്റ്റീലും. സ്റ്റീൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് ലെങ്ത് വൈസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് സൈഡിലും പിടിച്ച് ഒരു റബ്ബർ ബാൻഡിനെ വലിച്ചാൽ അതങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് പോകില്ലേ? അതുപോലെ തന്നെ സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ലോഡ് അപ്ലൈ ചെയ്താൽ അതിന്
ലെങ്ത് കൂടാനും കുറയാനും പറ്റും. അത് ലോഡിൻ്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്. റബ്ബർ ബാൻഡ് ചെറിയ സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. സ്റ്റീലാകുമ്പോൾ എന്തായാലും അത്രയും സ്ട്രെങ്ത് ഉണ്ട്, അത്രയും തരത്തിലുള്ള മെഷീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണ്. ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇത് ഡീപ്പായിട്ടൊന്നും നോക്കണ്ട, എന്നാലും മനസ്സിലാക്കി വെക്കുക. രണ്ട് എൻഡിലും ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു റീൻഫോഴ്സ്മെൻറ്റ്, നമുക്ക് കൊടുക്കേണ്ട റീൻഫോഴ്സ്മെൻറ്റ് ആദ്യം പ്ലേസ് ചെയ്യുക. എന്നിട്ട് രണ്ട് എൻഡിലും അതിന് നല്ലപോലെ കണക്റ്റഡ് ആണ്, രണ്ട് എൻഡിൽ അതിന് ഫേംലി ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ഈ രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യും. അതായത് രണ്ട് എൻഡിൽ നിന്നും ഈ സ്റ്റീൽ മെമ്പറിനെ വലിക്കും, രണ്ട് എൻഡിൽ നിന്നും പുള്ള് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റീൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? നല്ല വലിഞ്ഞിരിക്കുന്നത് അല്ലേ, നല്ലപോലെ ടെൻസ്ഡ് ആയിട്ടിരിക്കും. എന്നിട്ട് ഈ ഒരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് അതിനെ ക്യൂർ ചെയ്ത് നല്ലപോലെ സ്ട്രെങ്ത് ആയി, കോൺക്രീറ്റ് എന്തായി, ഹാർഡനായി. ഹാർഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് എൻഡിൽ നിന്നും ഈ സ്റ്റീലിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും? കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, റബ്ബർ ബാൻഡ് വലിഞ്ഞിരുന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ബട്ട് ഇവിടെ സ്റ്റീൽ ഓൾറെഡി നല്ലപോലെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, നല്ലപോലെ വലിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്താ, അതിന് ചുറ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. കോൺക്രീറ്റ് ഹാർഡനായി. കോൺക്രീറ്റ് ഹാർഡനായി കഴിയുമ്പോൾ ഈ സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റീൽ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്ത് പറ്റും? സ്റ്റീലിന് തിരിച്ചു പോരാൻ പറ്റില്ല. പക്ഷെ അതൊരു സ്ട്രെസ് കോൺക്രീറ്റിന് കൊടുക്കും അല്ലേ. സ്റ്റീലും കോൺക്രീറ്റും നല്ല ബോണ്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റീൽ പക്ഷെ രണ്ട് എൻഡിലേക്ക് നല്ല വലിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ആ സ്റ്റീലിന് രണ്ട് എൻഡിലുള്ള സ്ട്രെസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ട്രെസ് എന്തിലേക്ക് പോകും? കോൺക്രീറ്റിലേക്ക് പോകും. അങ്ങനെ കോൺക്രീറ്റിലും ഒരു ടെൻസൈൽ, നമുക്ക് കോൺക്രീറ്റിലൊരു അഡീഷണൽ കംപ്രസീവ് സ്ട്രെസ്സും അഡീഷണൽ ടെൻസൈൽ സ്ട്രെസ്സും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുക, ഇത് ഒറിജിനൽ ഷേപ്പിലിരുന്ന കോൺക്രീറ്റ്, ഇതിനകത്ത് സ്റ്റീലുണ്ട്, സ്റ്റീൽ നല്ല വലിഞ്ഞിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ വളഞ്ഞു പോകും. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു പ്രാക്ടിക്കലി ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും. നമുക്കൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിരിപ്പുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേസ്റ്റ് പോലെ ഒരു എന്തെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്തെങ്കിലും ഇങ്ങനെ തേച്ച് കൊടുത്ത് അത് ഹാർഡനായി, പിന്നെ കോൺക്രീറ്റ് വിട്ട് പോകുമ്പോൾ എന്ത് പറ്റും? അത് പതുക്കെ വലിയുന്ന സമയത്ത് എന്താ, ഇതിനൊരു കംപ്രസീവ് സ്ട്രെസ് ഓൾറെഡി ഇതിനകത്ത് ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു കോൺക്രീറ്റ് മെമ്പറിൽ. അതെന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ മുകളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ് അല്ലേ, ഇതിനൊരു ഇറ്റ് ഈസ് ബെൻഡഡ് അപ്വേർഡ്സ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് എന്ത് പറ്റും? ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ ഇതിന് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റും. ബെൻഡിങ് എന്ന് പറയുന്നത്, ഇത് ഒറിജിനലി മുകളിലേക്ക് ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ലോഡ് വന്നാൽ ഇതിൻ്റെ ആ ബെൻഡിങ് നടന്ന് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തിയിട്ടൊക്കെ വേണം പിന്നെയും അതിനൊരു ക്രാക്ക് ഒക്കെ ഫോം ചെയ്യാനായിട്ട്. ബേസിക്കലി ഇത്ര ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ഹൈ കംപ്രസീവ് സ്ട്രെസ് ഈ ഒരു കോൺക്രീറ്റിൽ ഇനീഷ്യലി അപ്ലൈ ആണ്. അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രീ ടെൻഷനിങ്, ഞാൻ ഡെഫിനിഷൻ വായിച്ചു തരാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ്, the high compressive stresses are induced by pre-tensioning the reinforcement before placing the concrete, and the reinforcement is released when final setting of concrete takes place. എന്താണ്, സിമെന്റ് കോൺക്രീറ്റിൽ ഒരു ഹൈ കംപ്രസീവ് സ്ട്രെസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാണ്. അതെ, എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ബൈ പ്രീ ടെൻഷനിങ് ദ റീൻഫോഴ്സ്മെന്റ്. ആ റീൻഫോഴ്സ്മെന്റിനെ നമ്മൾ പ്രീ ടെൻഷൻ ചെയ്യും അല്ലേ, രണ്ട് എൻഡിൽ നിന്ന് വലിക്കുന്നതെന്ന് പറയുന്നതാണ് പ്രീ ടെൻഷൻ. ബിഫോർ പ്ലേസിങ് ദ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിന് നമ്മളൊരു പ്രീ ടെൻഷൻ അപ്ലൈ ചെയ്യും. അതുവഴി എന്തുണ്ടാവും? ഹൈ കംപ്രസീവ് സ്ട്രെസ് കോൺക്രീറ്റിൽ ഉണ്ടാകും. എന്നിട്ട് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക, കോൺക്രീറ്റിൻ്റെ ഫൈനൽ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹൈ കംപ്രസീവ് സ്ട്രെസ് ഈ കോൺക്രീറ്റിൽ ഇൻഡ്യൂസ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കോൺക്രീറ്റിന് ദേ ക്യാൻ ടേക്ക് അപ്പ് ഹൈ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് വിത്തൗട്ട് ഡെവലപ്മെന്റ് ഓഫ് ക്രാക്സ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സാണ് പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. മെയിൻലി നമ്മൾ ഈ ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം പ്രീകാസ്റ്റ് കോൺക്രീറ്റുകളാണ്, പ്രീകാസ്റ്റ് ആണ്. അത് തന്നെ പ്രീ സ്ട്രെസ്ഡ് ആയിരിക്കും. പ്രീകാസ്റ്റ് എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് അവിടെ നിന്ന് ജസ്റ്റ് കൊണ്ട് നമ്മുടെ സൈറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഇപ്പോൾ പ്രീ സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ, ഒത്തിരി ലോഡ് എടുക്കേണ്ട സിറ്റുവേഷനിലാണ് മെയിൻലി പ്രീ സ്ട്രെസ്ഡ് സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇലക്ട്രിക് പോസ്റ്റിന്റെ കേസിൽ ഇത് തന്നെയാണോ? ഇലക്ട്രിക് പോസ്റ്റ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് ആയിട്ടാണ് കൊടുക്കുക.
ബൾക്കായിട്ട് ഏതെങ്കിലും ഇതിനൊക്കെ പ്ലാന്റ് ഉണ്ടാവും, അതായത് ഈ പ്രീകാസ്റ്റ് പ്ലാന്റുകൾ ഉണ്ടാവും. അതിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒരേ ലെങ്ത്തിലായിരിക്കില്ല. അപ്പോൾ ഒരേ ലെങ്ത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റ റീൻഫോഴ്സ്മെന്റ് കൊടുക്കും, രണ്ടെണ്ണത്തിൽ നിന്ന് അതിന് സ്ട്രെസ് അപ്ലൈ ചെയ്യും. ജസ്റ്റ് അതിങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇതിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് പോവുകയാണ് നമ്മുടെ പോസ്റ്റുകൾ. അതുപോലെയുള്ള യൂണിറ്റുകളെല്ലാം ഓൾമോസ്റ്റ് ഇപ്പോൾ റീസ്ട്രെസ്ഡ് ആണ്, പ്രീകാസ്റ്റും ആണ്. ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പർപ്പസ്. അപ്പോൾ എവിടെയാണ് നമുക്ക് എന്താണ് പർപ്പസ് വേണ്ടത് ആ കോൺക്രീറ്റിനെ കൊണ്ട്. അതിന് ആദ്യത്തേത് വാക്വം കോൺക്രീറ്റ്. അപ്പോൾ വാക്വം കോൺക്രീറ്റ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ എന്താണ്, സിമെന്റ് കോൺക്രീറ്റിൽ നമ്മൾ ഈ വാട്ടറും ഇതെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എയർ ആഡ് ചെയ്ത് പോകും ഇല്ലേ. അപ്പോൾ എയർ ആഡ് ആയാലുള്ള പ്രശ്നം എന്താണ്, നമ്മളൊരു സ്ഥലത്ത് അത് പ്ലേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കറിയില്ല അതിനുള്ളിൽ എയർ ഉണ്ടോ ഇല്ലയോ എന്ന്. നമുക്കൊരു വലിയ സ്ട്രക്ചറാണ്, അതിൻ്റെ ഉള്ളിൽ ഡെപ്തിലേക്കൊക്കെ എയർ പോക്കറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല. ബട്ട് നമ്മളത് ക്യൂർ ചെയ്ത് കാസ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ആ ഫോമൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകും നമുക്ക് ചെറിയ ചെറിയ പാച്ചസ് കാണാൻ പറ്റും. അതായത് കോൺക്രീറ്റ് ഇല്ലാതെ ചില ബ്ലാങ്ക് സ്പേസുകൾ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അത് കോമ്പാക്ഷൻ എന്ന് പറയും. അതിന് നമ്മൾ പിന്നെ പഠിക്കും. അതുപോലെ തന്നെ വാക്വം കോൺക്രീറ്റിൽ വരുന്നത് ഈ എയർ എക്സസ് ആയിട്ടുള്ള എയറും എക്സസ് ആയിട്ടുള്ള വാട്ടറും റിമൂവ് ചെയ്യാം. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വാക്വം പമ്പ്. അതിനെയാണ് വാക്വം കോൺക്രീറ്റ് എന്ന് പറയുക. അപ്പോൾ വാക്വം കോൺക്രീറ്റിൽ മെയിൻലി കുറച്ച് അധികം വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് ആ വാട്ടറിനെയും എയറിനെയും ഒരുമിച്ച് ഒരു വാക്വം പമ്പ് വെച്ച് നമ്മൾ റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായി, പിന്നെ എയർ ഇല്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട വാട്ടർ കണ്ടന്റിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കിട്ടും. അതാണ് വാക്വം കോൺക്രീറ്റ്. In this concrete, the excess water which is added to increase the workability. Workability എന്ന് പറയുന്നത് നമുക്കൊരു കോൺക്രീറ്റിനെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിത്തിരി ലൂസ് ഫോമിലിരിക്കുന്ന കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പം അതിനെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിലേക്ക് പോർ ചെയ്യാനും മോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അത്ര കട്ടായിട്ടിരിക്കുന്ന കോൺക്രീറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് സ്ട്രെങ്ത് കൂടുതൽ എപ്പോഴും എന്തിനായിരിക്കും, അത്ര ലൂസായിട്ടിരിക്കുന്ന കോൺക്രീറ്റിനേക്കാളും കുറച്ച് കട്ടിയിരിക്കുന്ന കോൺക്രീറ്റിനായിരിക്കും സ്ട്രെങ്ത് വരിക. അത് മിക്സ് പ്രൊപ്പോർഷൻസ് ഒക്കെ വേറെ ഉണ്ട്, അത് വേറെ. അപ്പോൾ നമുക്കിപ്പോൾ കോൺക്രീറ്റിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ എന്താ എളുപ്പമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആ വാട്ടർ നമുക്ക് സ്ട്രെങ്ത് കുറയ്ക്കും അഡീഷണൽ, അതായത് ഒത്തിരി അധികം വെള്ളമാണെങ്കിൽ, ആവശ്യത്തിലധികം വെള്ളമാണെങ്കിൽ. അങ്ങനെ വാക്വം കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എക്സസ് വാട്ടർ ആഡ് ചെയ്യും. ആ എക്സസ് വാട്ടർ നമുക്ക് വർക്കബിലിറ്റി കൊടുക്കാൻ വേണ്ടി മാത്രം ആദ്യം യൂസ് ചെയ്യുന്ന വർക്കബിലിറ്റി. പക്ഷെ പിന്നീട് നമുക്ക് ആ വെള്ളം പാടില്ല. അപ്പോൾ നമ്മൾ വൺസ് അതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വേണ്ട സ്ട്രക്ചറിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സസ് വാട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്വം കോൺക്രീറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. ദ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഫോമിംഗ് വാക്വം ചേംബർ. ഓക്കെ. ക്ലിയർ ആയോ ഇത്? എക്സസ് വാട്ടർ നമ്മൾ വർക്കബിലിറ്റി കൂട്ടാനായിട്ട്, ഇനീഷ്യൽ ടൈമിൽ വർക്കബിലിറ്റി കൂട്ടാനായിട്ട് എക്സസ് വാട്ടർ ആഡ് ചെയ്യും. പക്ഷെ ആ വാട്ടർ നമുക്ക് ഹൈഡ്രേഷന് വേണ്ടി ആവശ്യമില്ല, അത് അഡീഷണൽ വാട്ടറാണ്, നമുക്കൊരു സെർട്ടൻ പെർസെൻറ്റേജ് വാട്ടർ മതി. അപ്പോൾ ആ അഡീഷണൽ ഉള്ള വാട്ടറിനെ ഒരു വാക്വം പമ്പ് വെച്ചിട്ട് നമ്മളതിനെ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഒരു കോൺക്രീറ്റ് നല്ലപോലെ ടൈറ്റായി, അതിന് പിന്നെ എയർ ക്യാവിറ്റീസ് ഇല്ല, അതുപോലെ തന്നെ എക്സസ് വാട്ടർ ഇല്ല. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മോൾഡ് ചെയ്ത് കിട്ടും. ദാറ്റ് ഇസ് വാട്ട് വാക്വം കോൺക്രീറ്റ്. നെക്സ്റ്റ് വൺ ഈസ് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ്. പേര് പോലെ തന്നെ എയർ എൻട്രെയിൻഡ്, എന്താണ്, എയർ ഉണ്ടാവും. അപ്പോൾ എയർ ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ചില സമയത്ത് നമുക്ക് എയർ ആഡ് ചെയ്ത് തന്നെ കൊടുക്കണം. ദ കോൺക്രീറ്റ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് അലുമിനിയം ഇൻ ഇറ്റ് ഈസ് കോൾഡ് എയർ എൻട്രെയിൻഡ് ഓർ സെല്ലുലാർ ഓർ എയറേറ്റഡ് കോൺക്രീറ്റ്. എയർ എൻട്രെയിൻഡിൻ്റെ തന്നെ വേറെ പേരുകളാണ് സെല്ലുലാർ കോൺക്രീറ്റ് അല്ലെങ്കിൽ എയറേറ്റഡ് കോൺക്രീറ്റ്. അപ്പോൾ എന്താണ് ആഡ് ചെയ്യുന്നത്? അലുമിനിയം ആഡ് ചെയ്യും. ഈ അലുമിനിയം റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ. കോൺക്രീറ്റ് ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആർ ലിബറേറ്റഡ് വിച്ച് ഫോംസ് സെൽ ആൻഡ് മേക്ക് ദ കോൺക്രീറ്റ് സെല്ലുലാർ. ഈ ഫിഗർ കണ്ടില്ലേ? ഫിഗറിൽ നോക്കുക, ചെറിയ ചെറിയ എയർ ബബിൾസ്. ആ എയർ ബബിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. നമ്മൾ ഈ കോൺക്രീറ്റിലേക്ക് അലുമിനിയം ആഡ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് കോൺക്രീറ്റ് റിയാക്ട് ചെയ്തിട്ട് സിമെൻറ്റിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് ചെറിയ എയർ ഗ്യാസസ് ആയിട്ട് ഫോം ചെയ്തുണ്ടാവുന്നതാണ് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ്.
അപ്പോൾ ഇതെന്തിനാണ്? ഇത് എയർ ഉണ്ട് ഈ ഒരു കോൺക്രീറ്റിനകത്ത്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ദിസ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൈനിങ് വാൾസ് ആൻഡ് റൂഫ്സ് ഫോർ ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ പർപ്പസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഹോളോ ബ്രിക്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഹോളോ ബ്രിക്സ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഹോളോ സ്പേസ് ഉണ്ടാവും. നമ്മളൊരു ബേസിക്കലി ഏതൊരു സ്ട്രക്ചറിനുള്ളിലും ഒരു ഹോളോ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ നൽകും. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ കുറേ എയർ പോക്കറ്റ്സ്, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ എന്താവും? അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ അത് പ്രൊവൈഡ് ചെയ്യും. ബേസിക്കലി അതിന് വേണ്ടിയിട്ടാണ് എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ്, ബ്ലാങ്ക് സ്പേസ്, അതായത് ഇപ്പോൾ വാക്യൂം കോൺക്രീറ്റ് വഴി നമ്മൾ എയർ റിമൂവ് ചെയ്യുമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മോൾഡിലെ എല്ലാ സ്ഥലത്തും യൂണിഫോം ആയിട്ട് ആ കോൺക്രീറ്റ് ഫില്ലാവാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ എയർ ബ്ലാങ്ക് സ്പേസ് ഒന്നും പാടില്ല, പോൾസ് ഒന്നും പാടില്ല. അതാണ് വാക്യൂം കോൺക്രീറ്റ്. ഇനി എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റിൽ എന്താണ്? നമ്മളൊരു അലുമിനിയം ആഡ് ചെയ്ത് ചെറിയ ചെറിയ എയർ ഗ്യാസസ് ഉണ്ടാക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് സൗണ്ട് ഇൻസുലേഷനും ഹീറ്റ് ഇൻസുലേഷനും ഒക്കെ കൊടുക്കാൻ. അപ്പോൾ ബേസിക്കലി അത് എവിടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക? വാൾസ് ലൈനിങ് ചെയ്യാനായിട്ട് അല്ലേ? നമ്മുടെ വാളിലൊക്കെ ലൈനിങ് ആയിട്ട് ഈ കോൺക്രീറ്റ് കൊടുത്താൽ നല്ല ഹീറ്റ് ഇൻസുലേഷനും സൗണ്ട് ഇൻസുലേഷനും കിട്ടും. സോ ദാറ്റ് ഈസ് air entrained concrete. Next one is lightweight concrete. പേര് പോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്താണ്? വെയിറ്റ് കുറവാണ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ഒരു ഫാക്ടർ കുറയ്ക്കണം. അതായത് സാൻഡിന് പകരം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിമെൻറ്റ് കോൺക്രീറ്റിൽ സാൻഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു മെറ്റീരിയലാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നവർ എന്ത് പറ്റും? ആ ഒരു മെറ്റീരിയലിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന കോൺക്രീറ്റിൻ്റെ വെയിറ്റും കൂടും. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൽ എന്താണ്? വെയിറ്റ് കുറയ്ക്കണം നമുക്ക്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ സാൻഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യും. ലൈക്ക് കോക്ക്, ബ്രീസ്, സിൻഡർ ഓർ സ്ലാഗ്. സ്ലാഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അയൺ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. ഏതൊരു ഇൻഡസ്ട്രിയൽ അയണിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ സമയത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലാഗ്, കോക്ക്, ബ്രീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലോക്കലി അവൈലബിൾ ആണ്. ബട്ട് അതിൻ്റെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ. സിൻഡർ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ആഷ്, വോൾക്കാനിക് ആഷ് ക്രഷ് ചെയ്ത് വരുന്നത്. വോൾക്കാനിക് ആഷ് അല്ല, വോൾക്കാനിക് ലാവ പൊടിഞ്ഞ് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുണ്ടാവുന്ന ഒരു സാൻഡ് ലൈക്ക് മെറ്റീരിയൽ ആണ് സിൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിന് ബേസിക്കലി നമ്മൾ ആ സാൻഡിനെ അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ഈ പറയുന്ന ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് കുറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ സ്ട്രക്ചർ കോൺക്രീറ്റ് ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് പോസസ് ഹീറ്റ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. വെയിറ്റ് കുറയുമ്പോൾ അതിനെന്താ പറയുക? ഒരു ഹീറ്റ് ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൂടെ കിട്ടും. ഇനി അപ്പോൾ പേര് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്, ഹീറ്റ് ഇൻസുലേഷൻ തരുന്നുണ്ട്. അപ്പോൾ യൂസ് എവിടെയായിരിക്കും? അതിന് നമുക്ക് വാൾ ലൈനിങ്, അതുപോലെ പാർട്ടീഷൻ വർക്ക്, അതിനൊക്കെയാണ് യൂസ് ചെയ്യുക? ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുമ്പോൾ അതിനെ വലിയ ലോഡ് എടുക്കാൻ പറ്റില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി, വെയിറ്റ് കൂടുതലുള്ളൊരു സ്ട്രക്ചറിന് നോർമലി അതിന് നല്ലപോലെ സ്ട്രെങ്ത് ഉണ്ടാവും. സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന് വെയിറ്റ് ലോഡ് എടുക്കാൻ സാധിക്കും. നമ്മൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആക്കുന്ന സമയത്ത് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റിൽ അതിന് വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ അതിന് അത്രയും ലോഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ഹീറ്റ് ഇൻസുലേഷൻ ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? പാർട്ടീഷൻ വോൾ അല്ലെങ്കിൽ വാൾ ലൈനിങ്, ലോഡ് എടുക്കേണ്ടാത്ത എന്നാൽ ഈ പ്രോപ്പർട്ടീസ് കിട്ടുന്ന സാഹചര്യങ്ങളിൽ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളിൽ? No, ma'am. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റിൽ പഠിക്കാനുള്ളത്. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ബൈൻഡിങ് മെറ്റീരിയൽ, സിമെൻറ്റ് കോൺക്രീറ്റ് ഉണ്ട്, ലൈം കോൺക്രീറ്റ് ഉണ്ട്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഡിസൈൻ, എന്തൊക്കെയാണ്? പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, RCC റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആൻഡ് പ്രീസ്ട്രസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ദെൻ ലാസ്റ്റ് വൺ അതിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിൻ്റെ ബേസിസിൽ വാക്വം കോൺക്രീറ്റ്, എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താണ് അതിൻ്റെ ഫീച്ചർ പഠിക്കുക, എവിടെ യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കാം.
ഇതെല്ലാം ഒരു വീണ്ടും ഒത്തിരി തരത്തിലുള്ള കോൺക്രീറ്റ് ഉണ്ട്. നോ ഫൈൻസ് കോൺക്രീറ്റ്, ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, കളേർഡ് കോൺക്രീറ്റ്, റിയാക്റ്റീവ് പൗഡർ കോൺക്രീറ്റ്. ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റീൽ റീൻഫോഴ്സ്മെന്റിന് പകരം ഇപ്പോൾ ഒത്തിരി റിസർച്ചസ് ഒക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ് കോൺക്രീറ്റ്. അതായത് കോൺക്രീറ്റിൽ എങ്ങനെ നമുക്ക് എക്കണോമിക്കലാക്കുമ്പോൾ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആവുന്ന വേസ്റ്റ് മെറ്റീരിയൽ പല സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുത്ത് കോൺക്രീറ്റ് ഒക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈബർ റീൻഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റീലിന് പകരം ഫൈബേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുന്നത്. കളേർഡ് കോൺക്രീറ്റ് നമ്മൾ കൊടുക്കുന്ന സിമെന്റിന്റെ കളേർഡ് സിമെന്റ് യൂസ് ചെയ്താൽ കളർ കോൺക്രീറ്റ് ആവും. ഓക്കെ, അങ്ങനെ പല തരത്തിലുള്ള കോൺക്രീറ്റുകളുണ്ട്. മെയിൻലി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ 3 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കോൺക്രീറ്റ്, ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സിമെന്റും സാൻഡും അഗ്രിഗേറ്റും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും ഓരോ റേഷ്യോ ഉണ്ട്. അതിനാണ് നമ്മൾ മിക്സ് റേഷ്യോ എന്ന് പറയുക. അപ്പോൾ ഒരു കോൺക്രീറ്റിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത്, കോൺക്രീറ്റ് നമ്മൾ ഗ്രേഡ് എന്ന് വെച്ചാൽ ഓരോ ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ഉണ്ട്. ആ ഓരോ ഗ്രേഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിലുള്ള റേഷ്യോ ബേസിസിലാണ്. റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് 1:1:1. അപ്പോൾ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് അതിനകത്തുള്ള സിമെന്റ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഫൈൻ അഗ്രിഗേറ്റ്, തേർഡ് എന്ന് പറയുന്നത് സിമെന്റ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ ആദ്യത്തെ പ്ലേസിലുള്ളത് സിമെന്റ്, സെക്കൻഡ് പ്ലേസിലുള്ളത് ഫൈൻ അഗ്രിഗേറ്റ്, തേർഡ് പ്ലേസിലുള്ളത് കോഴ്സ് അഗ്രിഗേറ്റ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. സോ 1:1:2 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പാർട്ട് നമ്മുടെ സിമെന്റ്, ഒരു പാർട്ട് സിമെന്റിന്, ഒരു പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ്, 2 പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ്. അങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ പറയാം. അങ്ങനെ ഓരോ റേഷ്യോയിലും ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതിനകത്ത് ഓരോ ഗ്രേഡ് ഉണ്ട്. 1:1:2, 1:1.5:3. അപ്പോൾ ആ ഗ്രേഡ് മാറുന്നതനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് മാറുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെങ്ത് മാറുന്നതനുസരിച്ച് അത് ഏതൊക്കെ വർക്കിന് യൂസ് ചെയ്യാം എന്നുള്ളതും മാറുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് പല പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്. ആ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വർക്കിനായിരിക്കും യൂസ് ചെയ്യുക, അതിൻ്റെ ബേസ്ഡ് അപ്പോൺ ദെയർ സ്ട്രെങ്ത്. ഓക്കെ, വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പോൾ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടി, കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വാട്ടർ സിമെന്റ് റേഷ്യോ. അതായത് എത്ര വാട്ടർ എത്ര സിമെന്റ്, വാട്ടർ ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് വാട്ടർ ടു സിമെന്റ്, അതാണ് വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പോൾ ഒരു കോൺക്രീറ്റിന്റെ ഇത്ര റേഷ്യോ 1:3:6 മിക്സ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടറെ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ യൂസിന് 0.5 നിർത്തും. അതായത് വാട്ടറും സിമെന്റും, എത്ര സിമെന്റ് ആഡ് ചെയ്യുന്നു അതിന്റെ ഹാഫ് ആയിരിക്കും വാട്ടർ ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? വാട്ടർ ടു സിമെന്റ് റേഷ്യോ, സിമെന്റിന്റെ പകുതി വാട്ടർ, അതാണ് 0.5 വാട്ടർ സിമെന്റ് റേഷ്യോ. ആ വാട്ടർ സിമെന്റ് റേഷ്യോ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കും. അതാണ് വർക്കബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു ബാഗ് സിമെന്റ്, നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ പറഞ്ഞുതരാം. ഒരു ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് 50 കിലോ ആണ്. വീട്ടിലൊക്കെ മേടിക്കുന്ന ഒരു ബാഗ്, ഒരു ചാക്ക് സിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50 കിലോഗ്രാം. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോ ആയിരിക്കും. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വർക്കബിലിറ്റി എന്ന് പറയുന്നത്? ഒരു കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പേസ്റ്റ് ഫോമിലായിരിക്കും. ആ ഒരു കോൺക്രീറ്റിനെ മിക്സ് ചെയ്ത ഉടനെയുള്ള കോൺക്രീറ്റിനെ നമുക്ക് എത്ര എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഈസിനെസ്, അതിൻ്റെ മെഷർമെൻ്റ് ആണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് എ കോൺക്രീറ്റ് ക്യാൻ ബി മിക്സ്ഡ്, ട്രാൻസ്പോർട്ടഡ് ആൻഡ് പ്ലേസ്ഡ്. നമുക്ക് ഒരു കോൺക്രീറ്റിനെ എങ്ങനെ എളുപ്പത്തിൽ മിക്സ് ചെയ്യാം, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം, വേറൊരു സ്ട്രക്ചറിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം, ഇതിൻ്റെ ഈസിനെസ്സിൻ്റെ മെഷർമെൻ്റ് ആണ് വർക്കബിലിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കോൺക്രീറ്റ് ഭയങ്കര ലൂസ് കോൺക്രീറ്റ് ആണെങ്കിൽ, നല്ല സ്മൂത്ത് പേസ്റ്റ് ഫോമിലുള്ള ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ അത് ഏറ്റവും വർക്കബിൾ ആയിരിക്കും. ബട്ട് വർക്കബിലിറ്റിയും സ്ട്രെങ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. വർക്കബിലിറ്റി നല്ലൊരു കോൺക്രീറ്റിന് ഉണ്ടെങ്കിൽ അത് ചിലപ്പം സ്ട്രോങ് ആയിരിക്കണം എന്നില്ല. നമുക്ക് സ്ട്രെങ്ത് കൂടണമെങ്കിൽ
ഓരോ മിക്സ് പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ. ആ മിക്സ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു കോൺക്രീറ്റ് നല്ല പേസ്റ്റ് ഫോമിലൊന്നും ആവണമെന്നില്ല, നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാവണമെന്നില്ല. അപ്പോൾ ചില സ്ട്രെങ്ത് കൂടിയ മിക്സ് പ്രൊപ്പോർഷൻസ് ഉണ്ട്. ആ മിക്സ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കോൺക്രീറ്റ് ചിലപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷെ ആ ഡ്രൈ കോൺക്രീറ്റിനെ നമുക്കൊരു മോൾഡിൽ പ്ലേസ് ചെയ്ത് അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ അത് ഭയങ്കര പാടായിരിക്കും. അതാണ് ലെസ് വർക്കബിൾ അല്ലേ. ഡ്രൈ ഉള്ള ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് വർക്കബിലിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കോൺക്രീറ്റുകളിൽ വർക്കബിലിറ്റി കൂടുകയും വേണം, എന്നാൽ സ്ട്രെങ്ത് കുറയാനും പാടില്ല. വാട്ടർ ആഡ് ചെയ്താൽ വർക്കബിലിറ്റി കൂടും, പക്ഷെ സ്ട്രെങ്ത് കുറയും. ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ചില ഏജൻസ് ആഡ് ചെയ്യും വർക്കബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ. അതാണ് എയർ എൻട്രെയിനിങ് ഏജൻസ് സച്ച് ആസ് ബിൻസോൾ, റിസിൻ. അത് പലതരത്തിലുള്ള റെസിൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ എന്ത് പറ്റും? വർക്കബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സ്ട്രെങ്ത്തിന് വ്യത്യാസമില്ലാതെ. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ്. പ്ലേസിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഒരു സ്ട്രക്ചറിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. ആ പ്ലേസ് ചെയ്യുന്നത് ഒരു 30 മിനിറ്റിന് ഉള്ളിൽ, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വാട്ടർ ആഡ് ചെയ്ത് 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്തിരിക്കണം. കാരണം എന്താണ്? സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, രണ്ട് ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ സിമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സിമെന്റിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിനുള്ളിൽ സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് നടക്കും. അപ്പോൾ ഒരു സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സിമെന്റും വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. സിമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിനുള്ള അതിന് ഇനീഷ്യൽ സെറ്റിംഗ് നടക്കും. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വാട്ടർ ആഡ് ചെയ്ത് 30 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ സ്ട്രക്ചർ എന്താണോ അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ കോൺക്രീറ്റിൽ ഇനീഷ്യൽ സെറ്റിംഗ് നടന്നു കഴിയും. പിന്നെ ആ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഷേപ്പ് അതിന് കിട്ടില്ല. സോ അതാണ് പ്ലേസിങ്. കോൺക്രീറ്റിന്റെ പ്ലേസിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്, സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് മുന്നേ നമ്മൾ പ്ലേസ് ചെയ്യണം. ജനറലി അത് 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇനി കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് പല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പാൻസിൽ ആൾക്കാർ നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്ന ലേബേഴ്സ് എന്ത് ചെയ്യും? അത് പാൻ എന്ന് പറയുന്നത് ചട്ടിയിൽ കോൺക്രീറ്റ് ആക്കിയിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അതുപോലെ വലിയ കോൺക്രീറ്റ് വർക്കിംഗ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താ മിക്സർ കോൺക്രീറ്റ് പമ്പ് വഴിക്ക്, വലിയ പമ്പ് വഴി ഓൾറെഡി നമുക്ക് റെഡി മിക്സ് കോൺക്രീറ്റ് കിട്ടും. കണ്ടിട്ടില്ലേ നിങ്ങൾ? വഴി കൂടെ റെഡി മിക്സ് കോൺക്രീറ്റിന്റെ വണ്ടി പോകുന്ന കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ ആ ഒരു റെഡി മിക്സ് കോൺക്രീറ്റ് ഒക്കെ ഇപ്പോൾ കോമൺലി ബൾക്കായിട്ട് ഒരു കോൺക്രീറ്റ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കമ്പനീസ് ഉണ്ട് അങ്ങനെ റെഡി മിക്സ് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അവർ നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് ഇത്ര വോളിയം കോൺക്രീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അവർ ആ വണ്ടിക്ക് കോൺക്രീറ്റ് കൊണ്ടുവരും. ആ കോൺക്രീറ്റ് ഡയറക്റ്റ്ലി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഉള്ളിലൊരു പമ്പ് ഉണ്ട്. ആ ഒരു വണ്ടിക്ക് ഒപ്പം തന്നെ ഒരു പമ്പ് ഉണ്ടാവും. ആ പമ്പിൽ നമുക്ക് പൈപ്പ് കണക്റ്റഡ് ആയിരിക്കും. ആ പൈപ്പിൽ കൂടെ പമ്പ് വഴി ഡയറക്റ്റ്ലി നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഏതാണോ നമുക്ക് എവിടെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഡയറക്റ്റ്ലി പമ്പ് ചെയ്യാണ് ആ കോൺക്രീറ്റിനെ. അപ്പോൾ ഇതെല്ലാം അഡ്വാൻസ്ഡ് ഫോമുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ പണികളാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ പാനലിൽ കോൺക്രീറ്റ് കൊണ്ട് പ്ലേസ് ചെയ്യും. നെക്സ്റ്റ് ഇനി വലിയ കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് പമ്പ് വഴി ഉണ്ടാവും. ഇനി ഒത്തിരി ഹൈറ്റിലേക്കൊക്കെ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ക്രെയിൻസ് യൂസ് ചെയ്യാം. 2-3 നിലയ്ക്കൊക്കെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെയിൻസ്, നിങ്ങൾ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റിൻ്റെയൊക്കെ എത്ര 40 നില 50 നിലയൊക്കെ അതിൻ്റെയൊക്കെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെയിൻസ് യൂസ് ചെയ്യും, അത്രയും ഹൈറ്റിലുള്ള. ഓക്കെ, ഇത്ര പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രേ വരുന്നുള്ളൂ. പിന്നെ എന്താണ്, കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതായത് ഒത്തിരി ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്ട്രക്ചർ ഏതാണോ അതിൻ്റെ ഒരു മിനിമം 1 മീറ്റർ ഹൈറ്റിൽ നിന്നേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഹൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നിങ്ങൾ ഒരാൾ പാനിൽ കോൺക്രീറ്റ് എടുത്ത് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇടുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ നിന്ന് ഒരു 1 മീറ്റർ ഹൈറ്റിൻ്റെ മുകളിൽ നിന്നേ അത് വീഴാൻ പാടുള്ളൂ. ഒരു 3 മീറ്റർ 4 മീറ്റർ ഒക്കെ മുകളിൽ നിന്ന് വീഴുമ്പോൾ എന്താ അതിന് ഫോഴ്സ് കൂടും, നമ്മുടെ അഗ്രിഗേറ്റ്സ് സെറ്റിൽ ചെയ്ത് പോകും. ഓക്കെ, അത് വിട്ടുപോകും. അഗ്രിഗേറ്റും സിമെൻറ്റും സാൻഡൊക്കെ കൂടെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചേക്കാമല്ലോ, അത് ആ കോഴ്സ് അഗ്രിഗേറ്റ് അതിൽ നിന്ന് വിട്ടുപോകും, അതിന് നല്ലോണം സെറ്റിൽ ചെയ്ത് പോകും. അങ്ങനെ അതിനൊരു സെഗ്രിഗേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് മിനിമം ഒരു 1 മീറ്റർ എങ്കിലും മാക്സിമം 1 മീറ്റർ ഹൈറ്റ് നമുക്ക് ഹൈറ്റ് ഓഫ് പ്ലേസിംഗ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് കോമ്പാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കോൺക്രീറ്റിനെ സംബന്ധിച്ച്. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഏതൊരു സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ്, നമ്മുടെ മോൾഡിൽ കോൺക്രീറ്റ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വോയിഡ്സ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. ഏതാണോ നമുക്കിപ്പോൾ ഒരു
ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ക്യൂബിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് ഇടണം. അപ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അതിൻ്റെ ഉള്ളിൽ കോമ്പാക്ട് ചെയ്യും. കോമ്പാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് എത്തി, അതിൻ്റെ ഉള്ളിൽ എയർ ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഫ്രീ സ്പേസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു പ്രോസസ്സാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. സോ കോമ്പാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോമ്പാക്ട് ചെയ്തില്ലെങ്കിൽ എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പാക്ഷൻ കൊടുക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വോയിഡ്സ് ഉണ്ടാകും. ആ വോയിഡ്സിൽ ചിലപ്പോൾ വെള്ളം കയറാം, പിന്നെ അതിൻ്റെ സ്ട്രെങ്ത് പോകും. ചില പോൾസ് ഉണ്ടായാൽ പോൾസ് ഉണ്ടെങ്കിൽ അവിടെ ക്രാക്ക് ഉണ്ടാകാം. ലോഡൊക്കെ വരുന്ന സമയത്ത് അവിടെ അത് പൊട്ടിപ്പോവാം. അപ്പോൾ പല തരത്തിൽ നമുക്ക് കോമ്പാക്ഷൻ കൊടുക്കാൻ പറ്റും. വീടുകളിൽ റൂഫിംഗ് ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോമ്പാക്ഷൻ കണ്ടിട്ടുണ്ടാവും. ഒരു അയൺ റോഡ് വെച്ചിട്ട് കണ്ടിന്യൂസ്ലി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടാമ്പ് ചെയ്ത് കൊടുക്കും, പിൻ ചെയ്ത് കൊടുക്കും. അതാണ് വീടുകളിൽ ചെയ്യുന്ന കോമ്പാക്ഷൻ. ഇനി അതുപോലെ തന്നെ വൈബ്രേറ്റേഴ്സ് ഉണ്ട്. അതായത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈബ്രേറ്റേഴ്സ് കോൺക്രീറ്റിൻ്റെ ഉള്ളിട്ടിട്ട് നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, കോൺക്രീറ്റ് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും എത്തും. അങ്ങനെ പല തരത്തിൽ നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, കോമ്പാക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിക് പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? കോൺക്രീറ്റിനകത്ത്, കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് വോയിഡ്സ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യൂറിംഗ്. എന്താണ് ക്യൂറിംഗ് എന്ന് പറഞ്ഞു? ക്യൂറിംഗ് എന്ന് പറയുന്നത് സിമെൻറ്റും വാട്ടറും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് സർഫസിൽ ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സിമെൻറ്റോ കോൺക്രീറ്റോ എന്ത് സ്ട്രക്ചർ ആണെങ്കിലും ക്രാക്ക് ഉണ്ടാവും. ആ ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യൂറിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ക്യൂറിംഗ് നോർമലി സിമെൻറ്റ് കോൺക്രീറ്റിനാണെങ്കിൽ 7 days, ലൈം കോൺക്രീറ്റിനാണെങ്കിൽ 10 ദിവസം. ഇനി ഈ ക്യൂറിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രക്ചർ എന്താണോ അതിനനുസരിച്ച് വേണം ക്യൂറിംഗ് കൊടുക്കാൻ. ഇപ്പോൾ ഒരു സ്ലാബാണ്, നിങ്ങളുടെ റൂഫാണെങ്കിൽ റൂഫിൻ്റെ മുകളിൽ ഡയറക്റ്റ്ലി പോണ്ട് ചെയ്ത് കൊടുക്കും, വെള്ളം കെട്ടി നിർത്തും. സൈഡിൽ എന്തെങ്കിലും ഒരു തട വെച്ച് കൊടുത്തിട്ട് ആ ഒരു റൂഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളം കെട്ടി നിർത്തും. അതാണ് റൂഫിങ്ങിന് കൊടുക്കുന്ന ക്യൂറിംഗ്. ഇനി നിങ്ങൾ വീട്ടിൽ ചുമരൊക്കെ തേച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അതാണ് ഡെയിലി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അതാണ് ഒരു വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ കേസിലുള്ള ക്യൂറിംഗ്. ഇനി ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചാക്കില്ലേ, നമ്മുടെ ചാക്ക് നനച്ചിട്ട് ഇടുന്നത്. അത് ചാക്ക് നനച്ചിട്ടാൽ എന്ത് വരും? ചാക്കിൽ വെള്ളം അതിങ്ങനെ അബ്സോർബ് ചെയ്ത് കിടക്കും. അപ്പോൾ ഒരു നമ്മുടെ കോൺക്രീറ്റ് സർഫസ് ഡയറക്റ്റ്ലി ഹീറ്റിനോട് എക്സ്പോസ്ഡ് ആവുന്നില്ല. എപ്പോഴും അതിനൊരു ഡാം കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് റിലീസ് ചെയ്യും. ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ക്രാക്ക് ഫോം ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് കോൺക്രീറ്റിൻ്റെ സർഫസ് എപ്പോഴും നമ്മൾ കൂളായിട്ട് നിർത്തും, വാട്ടർ ടൈറ്റ് ആയിട്ട് നിർത്തും. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് കോൺക്രീറ്റ്. എപ്പോഴും എന്താണ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? സ്ട്രെങ്ത് ഉണ്ടാവണം. സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ വരാവുന്ന എല്ലാ സ്ട്രെസ്സസിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ആ കോൺക്രീറ്റ് ഉണ്ടാവണം. കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. അത് ഓർത്ത് വയ്ക്കുക. സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഷുഡ് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രെസ്സസ് ദാറ്റ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു. അപ്പോൾ ഒരു ബീമാണെങ്കിൽ ബീമിൽ വരാവുന്ന സ്ട്രെസ്സ്, ദെൻ സ്ലാബ് ആണെങ്കിൽ സ്ലാബിൽ വരാവുന്ന സ്ട്രെസ്സ്. അപ്പോൾ ഏതാണ് സ്ട്രക്ചർ അതിൽ വരുന്ന സ്ട്രെസ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതാണ് ആ ഒരു കോൺക്രീറ്റിൻ്റെ പർപ്പസ്. നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെതറിങ് ഒന്നുമില്ലാതെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാലും ആ ഒരു കോൺക്രീറ്റിന് ഡീറ്റീരിയറേഷൻ ഒന്നും ഇല്ലാതെ കുറേ കാലം നിലനിൽക്കണം. അതാണ് ഡ്യൂറബിലിറ്റി. ദെൻ ഡെൻസിറ്റി. കോൺക്രീറ്റ് ഷുഡ് ബി വെൽ കോമ്പാക്റ്റഡ്. നല്ലപോലെ നമ്മൾ കോമ്പാക്ട് ചെയ്താൽ ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വോയിഡ്സ് ഉണ്ടാവുന്നില്ല, വോയിഡ്സ് പോവും. വോയിഡ്സ് പോയാൽ എന്താ? അതിന് നല്ലപോലെ ഡെൻസിറ്റി കൂടും. നല്ലപോലെ കോമ്പാക്റ്റഡ് ആണെങ്കിൽ എന്താണ്? നല്ലപോലെ അത് പാക്ഡ് ആണ്. പാക്ക് ചെയ്താൽ എന്താ പറ്റും? ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടിയാൽ എന്താ? നമ്മുടെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിയാൽ അതിന് കൂടുതൽ ലോഡ് എടുക്കാൻ പറ്റും. സ്ട്രെങ്ത് കൂടും. സോ ഇറ്റ് ഷുഡ് വെയ് 3000 kilogram per cubic meter. ഒരു ആവറേജ് ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ അതിന് 3000 kilogram വെയിറ്റ് ഉണ്ടാവണം. ഓക്കെ, ദെൻ വാട്ടർ ടൈറ്റ്നസ്. വാട്ടർ ടൈറ്റ്നസ് എന്ന് പറയുന്നത് എന്താ? വെള്ളം കടത്തിവിടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ റൂഫിംഗ് ഒക്കെ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്തു, നിങ്ങളുടെ വീടിൻ്റെ റൂഫ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമ്പാക്ട് ചെയ്തില്ല, കോമ്പാക്ട് ചെയ്യാതെ ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായി? ഫ്രീ വോയിഡ്സ് ഉണ്ടായി, ഫ്രീ സ്പേസ് ഉണ്ടായി. പിന്നെ അടുത്തൊരു മഴക്കാലമാകുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പോഴ്സിൻ്റെ ഉള്ളിലേക്ക് വെള്ളം
വെള്ളം ഇറങ്ങി ആ ഒരു സിമെന്റ് പതുക്കെ കേടായി തുടങ്ങും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് പറ്റും? റൂഫ് ചോർന്നു തുടങ്ങും, ഇല്ലേ? അത് പറ്റുമോ നമുക്ക്? നമ്മളൊരു വീട് പണിത് 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീണു തുടങ്ങിയാൽ ചെയ്ത പൈസ വേസ്റ്റായി, പണി വേസ്റ്റായി. പിന്നെ ഇത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എന്താ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ കോമ്പാക്ട് ചെയ്യുക, ക്യൂർ ചെയ്യുക, ഇതെല്ലാം നല്ല പോലെ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? വാട്ടർ ടൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രക്ചർ എപ്പോഴും വെള്ളം കടത്തിയിടരുത്, വാട്ടർ ടൈറ്റ് ആയിട്ട് നിൽക്കണം. ലീക്കേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഇല്ലേ? ഒരു കോൺക്രീറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വാട്ടർ ടൈറ്റ്നസ്. നെക്സ്റ്റ് വൺ വർക്കബിലിറ്റി എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ്? അതിനെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിനെസ്. ദെൻ റെസിസ്റ്റൻസ് ടു വിയർ ആൻഡ് ടിയർ. എല്ലാത്തിലും വരുന്ന കോമൺ പോയിന്റ്സ് ആണ് സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, വിയർ ആൻഡ് ടിയർ, വർക്കബിലിറ്റി. ഓക്കെ. ദെൻ ഈ വിയറും ടിയറും എപ്പോഴും വരുന്നത് എപ്പോഴാണ്? ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലേ? ഏതെങ്കിലും ഒരു സർഫസിൽ അല്ലെങ്കിൽ ഫ്ലോറൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഉരസലുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഈ വിയർ ഉണ്ടാവുന്നത്, നിങ്ങൾ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വണ്ടി ടയറും റോഡും തമ്മിൽ നല്ലപോലെ ഒരയും. അതാണ് വിയർ ടിയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇത്രയാണ് കോൺക്രീറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബേസിക്കലി ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ്, ഓരോ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, യൂസസ്. ദെൻ ബേസിക്കലി കോൺക്രീറ്റിൻ്റെ ജനറൽ ടേംസ് ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വർക്കബിലിറ്റി എന്താണ്, കോമ്പാക്ഷൻ എന്താണ്, ക്യൂറിങ് എന്താണ്, ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇതുവരെ എടുത്തതിൽ ഡൗട്ട്സ് ഉണ്ടോ? No, miss. No, ma'am. ഒരു 2 minutes നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്യാം. കോൺക്രീറ്റ് തീർന്നു, സ്റ്റീൽ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു 2 minutes പോയിട്ട് വന്നു.